2024 മെയ് 29 ബുധൻ. ഇന്ന് 1199 ഇടവം 15. വാർത്തകൾ വായിക്കുന്നത് ജി രവി. മഴ തുടരും. 3 ദിവസത്തിനകം കാലവർഷം. സംസ്ഥാനത്ത് കാലവർഷം 2-3 ദിവസത്തിനകം എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരും. നിലവിൽ തെക്കൻ തമിഴ്നാട് തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്നും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും മറ്റന്നാളും യെല്ലോ അലർട്ടാണ്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് തീരം എന്നിവിടങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. കളമശ്ശേരിയിൽ മേഘവിസ്ഫോടനം, വെള്ളത്തിൽ മുങ്ങി കൊച്ചി. സംസ്ഥാനത്ത് കനത്ത നാശം, 6 മരണം. കനത്ത മഴയിൽ സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിലും എറണാകുളത്തും വെള്ളക്കെട്ടും നാശവും. രാവിലെ 2 മണിക്കൂറോളം നിർത്താതെ പെയ്ത മഴയിൽ കൊച്ചിയും പരിസര പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. കളമശ്ശേരിയിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ മഴയാണ് പെയ്തത്. ഇടപ്പള്ളി വെള്ളത്തിൽ മുങ്ങിയതോടെ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. ഇൻഫോ പാർക്ക് റോഡിലും കനത്ത വെള്ളക്കെട്ടായിരുന്നു. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 6 പേർ മരിച്ചു, 2 പേരെ കാണാതായി. പാനും ആധാറും ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഇരട്ടി നികുതി. അവസാന തീയതി ഈ മാസം 31. പാനും ആധാറും തമ്മിൽ ഇനിയും ബന്ധിപ്പിച്ചിട്ടില്ലാത്തവർ ഈ മാസം 31-നകം അത് ചെയ്യണമെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി. ഉയർന്ന TDS, അതായത് സ്രോതസ്സിൽ ഈടാക്കുന്ന നികുതി ഈടാക്കുന്നത് ഒഴിവാക്കാനാണ് ഇത്. ആദായ നികുതി നിയമം അനുസരിച്ച് പാൻ ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഇരട്ടി നിരക്കിലായിരിക്കും TDS ഈടാക്കുക. ലിങ്ക് ചെയ്യാനായി www.incometax.government.in വെബ്സൈറ്റിൽ പോയി ലിങ്ക് ആധാർ ക്ലിക്ക് ചെയ്യുക. പാൻ, ആധാർ, പേര്, മൊബൈൽ നമ്പർ എന്നിവ നൽകിയാൽ ലിങ്ക് ചെയ്യാം. ഇരു രേഖകളിലെയും പേര്, ജനനത്തീയതി എന്നിവ ഒരുപോലെ ആയിരിക്കണം. 1000 രൂപയാണ് നിരക്ക്. നിപ പ്രതിരോധം ശക്തമാക്കും. കോഴിക്കോട്, വയനാട് ജില്ലകൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ കലണ്ടർ തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനം. വർഷം മുഴുവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളിൽ നിപ വ്യാപന സാധ്യതയുള്ള മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാകും കലണ്ടർ. കോഴിക്കോട്, വയനാട് ജില്ലകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജില്ലകളിൽ സെപ്റ്റംബർ വരെ ക്യാമ്പയിൻ ഉൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി നടത്താൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാൻ പാടില്ല. കോഴിക്കോട്, വയനാട്, ഇടുക്കി, മലപ്പുറം, എറണാകുളം ജില്ലകളിലാണ് വവ്വാലുകളിൽ നിപ വൈറസിൻ്റെ ആൻറ്റിബോഡി കണ്ടെത്തിയിട്ടുള്ളത്. വോട്ടെടുപ്പ് ജൂൺ 1 അവസാനഘട്ടം. 57 മണ്ഡലങ്ങൾ. പ്രചാരണം ഇന്ന് കൊടിയിറങ്ങും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന മാർച്ച് 16 മുതൽ 75 ദിനം വരെ നീണ്ട പ്രചാരണത്തിന് ഇന്ന് കൊടിയിറക്കം. അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ 1 നടക്കാനിരിക്കെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. 543 അംഗ ലോക്സഭയിലെ 57 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ശേഷിക്കുന്നത്. ജൂൺ 4 വോട്ടെണ്ണും. വോട്ടെണ്ണലിന് ശേഷമേ പാർട്ടികൾ ചർച്ചകളിലേക്ക് കടക്കുന്ന രീതിയുള്ളൂവെങ്കിലും ഇന്ത്യ സഖ്യം നേതാക്കൾ ജൂൺ 1 തന്നെ അടിയന്തര യോഗം ചേരുമെന്നാണ് സൂചന. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മദ്യനയ കേസിലെ ജാമ്യ വ്യവസ്ഥ പ്രകാരം ജയിലിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അതുകൂടി പരിഗണിച്ച് കേജ്രിവാൾ പങ്കെടുക്കുന്ന യോഗമാണ് ഇന്ത്യ സഖ്യം ആലോചിക്കുന്നത്. വലിയ വിജയം പ്രതീക്ഷിക്കുന്ന BJP സർക്കാർ രൂപീകരണത്തിനുള്ള ആലോചനയിലേക്ക് കടന്നിരുന്നു. ഇന്ന് രാത്രി മുതൽ 48 മണിക്കൂർ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരിക്കും. 6ാം ഘട്ടത്തിൽ 63.37% പോളിംഗ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ 6ാം ഘട്ടത്തിൽ 63.37% വോട്ട് ചെയ്തതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 58 മണ്ഡലങ്ങളിലാണ് 6ാം ഘട്ട വോട്ടെടുപ്പ് നടന്നത്. 8 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്ന ബംഗാളിലാണ് കൂടുതൽ പോളിംഗ്, 82.71%. 14 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്ന ഉത്തർപ്രദേശിലാണ് കുറവ്, 54.04%. 7ാമത്തെയും അവസാനത്തെയും ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന 57 മണ്ഡലങ്ങളിലെയും ആകെ വോട്ടർമാരുടെ കണക്കുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൂൺ 1 അവസാനഘട്ട പോളിംഗ്. 5ാം ഘട്ടത്തിൽ 61.63 പോളിംഗ് ശതമാനം. യുദ്ധം, റഫേൽ നിന്ന് പലായനം ചെയ്തത് 10 ലക്ഷം പേർ.
റഫ നഗരമധ്യത്തിൽ ഇസ്രായേൽ ടാങ്കുകൾ. വീണ്ടും അഭയാർത്ഥി കൂടാരത്തിന് നേരെ ആക്രമണം, 21 മരണം. ഞായറാഴ്ച അഭയാർത്ഥി കൂടാരത്തിൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ഇന്നലെ പടിഞ്ഞാറൻ റഫയിലെ മറ്റൊരു കൂടാരത്തിനു നേരെ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 21 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ടാങ്കുകളും മെഷീൻ ഗണ്ണുകളേന്തിയ കവചിത വാഹനങ്ങളും റഫ നഗരമധ്യത്തിലെത്തി. 3 ആഴ്ചക്കിടെ റഫയിൽ നിന്ന് പലായനം ചെയ്ത പലസ്തീൻകാരുടെ എണ്ണം 10 ലക്ഷമായെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു. തുടർച്ചയായ ബോംബിങ്ങിനു പുറമെ ഭക്ഷ്യക്ഷാമവും രൂക്ഷമായതോടെയാണ് പലായനം. പടിഞ്ഞാറൻ റഫയിലെ സുറൂബ് കുന്നിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷമായ വെടിവെപ്പ് നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. ഞായറാഴ്ച രാത്രി കുട്ടികളും സ്ത്രീകളുമടക്കം 45 പലസ്തീൻകാർ കൊല്ലപ്പെട്ട തലാസ് സുൽത്താൻ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ ഷെല്ലാക്രമണം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ ഗാസയിലെങ്ങും 46 പേർ കൊല്ലപ്പെട്ടു, 110 പേർക്ക് പരിക്കേറ്റു. 8ാം മാസത്തിലെത്തിയ യുദ്ധത്തിൽ ഇതുവരെ 36,096 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു, 81,136 പേർക്ക് പരിക്കേറ്റു. ആക്രമണം തുടരുകയാണെങ്കിൽ റഫയിലെ അവസാന ആശുപത്രിയും പ്രവർത്തനം നിർത്തേണ്ടി വരുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. അതിനിടെ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ സ്പെയിൻ, അയർലൻഡ്, നോർവേ എന്നീ രാജ്യങ്ങൾ ഇന്നലെ പലസ്തീന് രാഷ്ട്രപദവി ഔദ്യോഗികമായി അംഗീകരിച്ചു. ഞായറാഴ്ചത്തെ ആക്രമണത്തിൽ ശക്തി കുറഞ്ഞ ബോംബാണ് ഉപയോഗിച്ചതെന്നും അഭയാർത്ഥി ക്യാമ്പിലെ തീപിടുത്തത്തിന് കാരണം പിന്നീടുണ്ടായ സ്ഫോടനമാണെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. സ്ഥലത്ത് ആയുധശേഖരമുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുകയാണെന്നും അവർ പറഞ്ഞു. അതിനിടെ യമൻ തീരത്ത് ഹൂതികൾ ഒരു ചരക്ക് കപ്പൽ കൂടി ആക്രമിച്ചു. അധ്യയന വർഷം പ്രവൃത്തി ദിവസങ്ങൾ 220 ആക്കും. വിയോജിച്ച അധ്യാപക സംഘടനകൾ 16 ശനിയാഴ്ചകൾ കൂടി പ്രവൃത്തി ദിനമാകും. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പുതിയ അധ്യയന വർഷം പ്രവൃത്തി ദിവസങ്ങൾ 220 ഉയർത്താനുള്ള തീരുമാനവുമായി വിദ്യാഭ്യാസ വകുപ്പ്. ഇന്നലെ അധ്യാപക സംഘടനാ യോഗത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യം വ്യക്തമാക്കി. അധ്യാപക ക്ലസ്റ്റർ മീറ്റിംഗ് ദിവസങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയാലും 212 പ്രവൃത്തി ദിനങ്ങൾ ഉണ്ടാകുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയിലുള്ള ഹർജിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് നിലപാട് തേടിയ സാഹചര്യത്തിലാണ് തീരുമാനം. കഴിഞ്ഞ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിൽ 204 ദിവസങ്ങളാണ് ഉണ്ടായിരുന്നത്. 220 പ്രവൃത്തി ദിനമാകുമ്പോൾ 16 ശനിയാഴ്ചകൾ കൂടി പ്രവൃത്തി ദിനമാകും. ഭരണ പ്രതിപക്ഷ അധ്യാപക സംഘടനാ നേതാക്കൾ തീരുമാനത്തോട് വിയോജിച്ചെങ്കിലും വഴങ്ങാൻ മന്ത്രി കൂട്ടാക്കിയില്ല. കേരള വിദ്യാഭ്യാസ ചട്ടം KER അനുസരിച്ച് 220 പ്രവൃത്തി ദിവസം വേണമെന്നാണെന്നും അത് ലംഘിക്കുന്നത് കോടതിയിൽ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചട്ടത്തിൽ 220 പ്രവൃത്തി ദിനം പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞതിന് മുൻപത്തെ അധ്യയന വർഷം വരെ അത് 194 ആയിരുന്നു. കഴിഞ്ഞ വർഷമാണ് മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് 204 ദിവസമാക്കിയത്. 6 പ്രവൃത്തി ദിനം തുടർച്ചയായി വരാത്ത 9 ആഴ്ചകളിലെ ശനിയാഴ്ചകൾ കൂടി കൂട്ടിച്ചേർത്തായിരുന്നു അത്. ഇത്തവണ 210 ദിവസമായി വർദ്ധിപ്പിക്കാനായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. എന്നാൽ ഇത്തവണയും 205 ദിവസങ്ങൾ മതിയെന്നായിരുന്നു കഴിഞ്ഞയാഴ്ച മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ കൂടിയ ക്വാളിറ്റി ഇംപ്രൂവ്മെൻ്റ് പ്രോഗ്രാം മേൽനോട്ട സമിതിയുടെ ധാരണ. എന്നാൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ടെന്ന് സർക്കാരും തീരുമാനിക്കുകയായിരുന്നു. KER അനുസരിച്ച് 220 പ്രവൃത്തി ദിനമാണ് വേണ്ടതെങ്കിലും പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ഇതിൽ 20 ദിവസം വരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇളവ് ചെയ്യാനാകും. ഈ വ്യവസ്ഥ യോഗത്തിൽ അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും പ്രത്യേക സാഹചര്യം കോടതിയിൽ ബോധ്യപ്പെടുത്തുക പ്രയാസമാകുമെന്ന് വകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടി. അവയവ കച്ചവടം അന്വേഷണം സേലത്തേക്ക്. രാജ്യാന്തര അവയവ കച്ചവടത്തിനായി മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘത്തിലെ മുഖ്യകണ്ണിയായ ഏജന്റിനെ തേടി അന്വേഷണ സംഘം തമിഴ്നാട്ടിലെ സേലത്തെത്തി. അവയവക്കടത്ത് കേസിൽ ഇരയെന്ന് കരുതുന്ന ഷമീറിനെ തേടി ചെന്നൈയിലെത്തിയ പോലീസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് മറ്റൊരു സംഘം സേലത്തേക്ക് തിരിച്ചത്. അവയവ കച്ചവട ആരോപണത്തിൽ സേലത്തെ 3 ആശുപത്രികൾ കേന്ദ്രീകരിച്ച് 2015 തന്നെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അവയവ കൈമാറ്റ രംഗത്തെ തെറ്റായ പ്രവണതകൾ തടയാനുള്ള ട്രാൻസ്പ്ലാന്റ് അതോറിറ്റി ഓഫ് തമിഴ്നാട് എന്ന തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗിക ഏജൻസിയുടെ മേൽനോട്ടത്തിലായിരുന്നു അന്വേഷണം. 2015 തമിഴ്നാട്ടിലെ മുൻനിര സ്വകാര്യ ആശുപത്രികളിൽ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണത്തിലുണ്ടായ വർധനയും അവരുടെ അവയവ കൈമാറ്റങ്ങളുമാണ് അന്വേഷണത്തിന് വഴിയൊരുക്കിയത്.
സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആശുപത്രികളുടെ പരിസരങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ റോഡ് അപകടങ്ങൾ പെരുകിയതും ഇവരിൽ പലർക്കും ആശുപത്രിയിലെ ചികിത്സയ്ക്കിടയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച് അവയവങ്ങൾ ദാനം ചെയ്തതും വലിയ വാർത്തയായിരുന്നു. ഇത്തരത്തിൽ മരിക്കുന്നവരുടെ അവയവങ്ങൾ സർക്കാരിൻ്റെ പട്ടികയിലുള്ള രോഗികളായ സ്വീകർത്താക്കൾക്ക് ലഭിക്കുന്നില്ലെന്നായിരുന്നു തമിഴ്നാട് സർക്കാരിന് ലഭിച്ച പരാതി. ആരോപണ വിധേയരായ 3 ആശുപത്രികളിൽ സർക്കാരിൻ്റെ മുൻഗണനാ പട്ടിക മറികടന്ന് അവയവങ്ങൾ വിദേശികൾക്ക് വിൽക്കുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും തുടർ നടപടികളുണ്ടായില്ല. മലയാളികൾ ഉൾപ്പെടുന്ന ഹൈദരാബാദിലെ അവയവ കച്ചവട റാക്കറ്റിലെ 2 പേരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് സേലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജന്റുമാരിലേക്ക് വീണ്ടും അന്വേഷണം എത്തുന്നത്. വിദേശികളായ സ്വീകർത്താക്കൾക്ക് അവയവം നൽകാൻ ഇന്ത്യക്കാരെ വിദേശത്തേക്ക് കടത്തുന്ന രീതിക്ക് മുൻപ് തന്നെ വിദേശികളായ ആവശ്യക്കാരെ ഇന്ത്യയിലെത്തിച്ച് അവയവം വെച്ചുപിടിപ്പിച്ച് തിരിച്ചയക്കുന്ന രീതി ഹൈദരാബാദിലെന്ന പോലെ സേലത്തും വ്യാപകമായിരുന്നു. ശുഭദിനം. നന്ദി.